ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കിന്നൊരു കുട്ടി ഔട്ടിംഗ് വ്ളോഗായാലോ? എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി പോയതാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സഫ്രിയാണ്. ഞങ്ങളാണ് യൂഷ്വലി ഇങ്ങനെ കറങ്ങാനൊക്കെ ഒന്നിച്ച് പോവാറ്. അങ്ങനെ ഓളും ഞാനും കൂടി ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ കഥയാണ് കേട്ടോ. അത് മാംഗ്ലൂർ ഐഡിയൽ കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഫെമിലിയറാണ്. മാംഗ്ലൂരിയൻസിനെന്നല്ല, ഈവൻ കാസർഗോഡ് ആർക്കും അറിയാം. അത് നമ്മുടെ ഫോറം ഫിസ മോളിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പബ്ബാസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് അവിടുത്തെ ഐസ്ക്രീമാണ്. ഒബ്വിയസ്ലി എന്ത് ടേസ്റ്റാണ്. ഞാൻ തീരെ ഒരു ഐസ്ക്രീം ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ അവിടുത്തെ ഐസ്ക്രീംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ മടുപ്പൊന്നും തോന്നാത്ത ടൈപ്പുള്ള ഐസ്ക്രീമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം പുറത്ത്. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തിയിട്ട് ഇപ്പോൾ കാണിച്ച മുളകില്ലേ, അത് നമുക്ക് ആദ്യം കൊണ്ടു തന്ന ആ മുളക് മാത്രമാണ്. ഞങ്ങളാണെങ്കിൽ ചിരിച്ച് ഞങ്ങളാദ്യം ഐസ്ക്രീമായിരുന്നു ഓർഡർ ചെയ്തത്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്നാക്ക് ഐറ്റംസ്. പക്ഷെ മുളക് എന്തിനാണ് കൊണ്ടു തന്നെന്ന് ഒരു പിടിയും ഇല്ല. പിന്നെ അത് അയാൾ എടുത്തിട്ട് പോയിട്ട് പിന്നെ ഈ വടാപ്പാവിൻ്റെ കൂടെ വീണ്ടും ആ മുളക് ഞങ്ങൾ കഴിക്കിട്ടി. നല്ല ടേസ്റ്റാട്ടോ അവിടുത്തെ ഫുഡ്. നല്ല സ്നാക്കൊക്കെ എല്ലാം, മസാല ദോശ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മെയിൻ തിങ് ഐസ്ക്രീം പറയേ വേണ്ട, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഈ ഗഡ്ബഡ് തന്നെയാണ് സ്പെഷ്യൽ. അവിടെ കുറേ ഉണ്ട്, ഇപ്പോൾ പുതിയ ന്യൂ ലോഞ്ച് ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതും കൊണ്ട് പായസം കലക്കുന്ന മാതിരി ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് പായസം ഐസ്ക്രീം അല്ലേ? അടപ്രഥ പായസം, അടപ്രഥമൻ, അടപ്രഥമൻ, അടപ്രഥമൻ പായസം തൊട്ടോ ഓള് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ വിട്ടു സ്റ്റുഡിയോയിലേക്ക്. എന്തായാലും മോൾ കയറിയ സ്റ്റുഡിയോ കയറാണ്ട് ഞങ്ങൾ വരില്ല. അങ്ങനെ അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. നമുക്കിവിടുന്ന് പ്രത്യേകിച്ചിട്ട് ഒന്നും മേടിക്കാനില്ല. പക്ഷേ നമ്മൾ എന്തായാലും മോളുടെ ഉള്ളിൽ കയറിയാൽ സ്റ്റുഡിയോയിൽ കയറും. അതൊരു പതിവ് തന്നെയാണ്. അതിപ്പോൾ ഞങ്ങളെന്ന് വെച്ചിട്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കളക്ഷൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ പുതിയ ക്രോപ്പ് ടോപ്സ്, അങ്ങനത്തെ കളക്ഷൻ, ഷർട്ട്, അങ്ങനത്തെ ഷോർട്ട് ടോപ്സൊക്കെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊരു പുതിയൊരു സംഭവമാണല്ലോ സ്റ്റുഡിയോയിൽ. ആക്സസറീസൊക്കെ റീസെൻ്റ്ലി അവർ ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ ഈ 149ൻ്റെ ഇതൊക്കെ നെക്ക് ചെയിനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ ആൾക്കാർ സ്റ്റുഡിയോയിൽ കയറിയാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ സെക്ഷനിൽ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ചെറിയ അഫോർഡബിൾ പ്രൈസിന് നല്ല ആക്സസറീസ് കിട്ടും. ഈ വാച്ചൊക്കെ നല്ല രസമുണ്ട്, കയ്യിലിട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ റിങ്ങിൻ്റെ ഒക്കെ 99ൻ്റെ സെറ്റൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റിങ്, പിന്നെ കമ്മലൊക്കെ ഇല്ലേ, സ്റ്റഡും പിന്നെ കുറച്ച് വലുത്, അങ്ങനെയൊക്കെ അതൊക്കെ 99 അങ്ങനെയൊക്കെ. പിന്നെ ചപ്പൽസൊക്കെ നോക്കി. ചപ്പൽസ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത് തന്നെയാണ്. കുറച്ചെന്തോ ചെറിയൊരു 2-3 പുതിയ ഡിസൈൻ കണ്ടു. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് ഡിസൈൻസൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ 2 ദിവസം കൂടുമ്പോൾ തറവാട്ടിലേക്ക് വരുന്ന പോലെ സ്റ്റുഡിയോക്ക് വരുന്നത്. സ്റ്റുഡിയോക്കാർക്ക് തന്നെ ഞങ്ങളെ കണ്ട് മടുത്തിട്ടുണ്ടാവും. നമ്മൾ സ്റ്റുഡിയോ ഒന്ന് മാറ്റിപ്പിടിക്കാന്ന് വിചാരിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ കാണിക്കും. അങ്ങനെ എൻ്റെ വീഡിയോയിൽ സ്റ്റുഡിയോ കണ്ട് മടുത്ത ആൾക്കാർക്കായിട്ട് ഞാനിത് അടുത്ത ലൊക്കേഷൻ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരിക്കും സ്റ്റൈൽ യൂണിയൻ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. യൂഷ്വലി നമ്മൾ സ്റ്റുഡിയോയിൽ കയറും ഇറങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് പോയിട്ട് ഉള്ള ഫാമിലിയുടെ ഒപ്പം പോയിട്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയതാ. അവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ഉണ്ട്. മെയിൻലി എന്താണെന്നറിയോ, വെസ്റ്റേണിനെക്കാളും എനിക്ക് അവിടുത്തെ ഈ എത്നിക് വെയർസ് ഇല്ലേ, കുറച്ച് ലെങ്ത്തുള്ള ടോപ്പ്, പിന്നെ സൽവാർ സെറ്റ്, അങ്ങനത്തതൊക്കെ നല്ല അടിപൊളി കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല കളക്ഷനാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ
ഒരു ബഡ്ജറ്റ് ഷോപ്പിംഗ് നടത്താൻ പറ്റിയ നല്ല പ്ലേസാണിത്. ഇപ്പോൾ 799 അങ്ങനെയൊക്കെ പ്രൈസ് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, ക്ലോത്തൊക്കെ നല്ല കംഫർട്ടബിൾ. ഇതാണ് ഓള് മേടിച്ചത് ഓൾറെഡി. അപ്പോൾ അത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനകത്ത് പോയത് തന്നെ. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ എത്നിക് വെയർസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ കളക്ഷൻസൊക്കെ നോക്കി. അവിടെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത ഈദിന് നമുക്ക് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് അത്യാവശ്യം കളക്ഷൻസ് കണ്ടു. പിന്നെ കിഡ്സിൻ്റെ ആണെങ്കിലും നല്ല കളക്ഷൻ ഉണ്ട്. ടോപ്പ്, ഷോർട്ട് ടോപ്സ്, പിന്നെ സെറ്റ്, ഫ്രോക്ക്, ഇപ്പം നമ്മൾ ജീൻസിനൊക്കെ ഇടുന്ന മറ്റേ ടോപ്സൊക്കെ ഇല്ലേ, ഷോർട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ടൈപ്പ്, അതും കുറേ ഉണ്ട്. എല്ലാവരുടെയും ഉണ്ട്. ലൈക്ക് ബോയ്സ്, ബേബി ഗേൾസ്, ബേബി ബോയ്സ്, വലിയ ആൾക്കാരുടെ ഒക്കെ ഉണ്ട്. ജെൻസിൻ്റെ സെക്ഷന് നമ്മൾ അത്രയ്ക്കങ്ങ് ഫോക്കസ് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. പിന്നെ കുട്ടികളുടെയും നമ്മുടെ ലേഡീസിനെയാണ് നോക്കിയത്. രണ്ടും അടിപൊളിയാട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഫോറം മാളിൽ കയറുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അത്ര കളക്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ 799, 899 ആ റേഞ്ചിലാണ്. അതിൻ്റെ ക്ലോത്താണ് എനിക്ക് നല്ല ഇഷ്ടമായത്. ഒരു നല്ല സുഖമുള്ളൊരു ക്ലോത്താട്ടോ. നമുക്ക് വെയർ ചെയ്താൽ ഈ ചൂടത്ത് ഒരു അത്രക്കൊന്ന് ചൂടെടുക്കാത്ത മെറ്റീരിയലില്ല, അങ്ങനത്തെ നല്ലൊരു മെറ്റീരിയലാണത്. അങ്ങനെ നമ്മളവിടെ കുറേ ഇങ്ങനെ നോക്കി. കുറേ വെറൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാംഗ്ലൂരുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊക്കെ നല്ല രസമുണ്ട്. ഈ ടോപ്പൊക്കെ കാണാൻ ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ലൂസ് ഫിറ്റുള്ള ഡ്രസ്സ് തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. മാംഗ്ലൂരൊക്കെ ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെ എങ്ങനെയാണ്? ഓൾമോസ്റ്റ് എല്ലായിടത്തും ചൂടാന്ന് തന്നെ തോന്നുന്നു. പിന്നെ ബോട്ടം വെയർസൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പെൻസിൽ പാൻറ്റ്, പിന്നെ ലൂസ് ഫിറ്റുള്ള ജീന്, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയാണ്. നിങ്ങൾ സുഡിയോ തന്നെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെപ്പോലെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് കയറി നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നമ്മൾ പാനിപൂരി കഴിക്കാൻ പോയിട്ട് ഫ്ലോപ്പായ കഥയാണ് കേട്ടോ. നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ പോയത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പാനിപൂരി. നമ്മൾ ഫൈനലി പാനിപൂരി കഴിച്ചിട്ട് പരിക്കൊന്ന് കഴിച്ചു. എനിക്ക് വേണ്ടേ നമുക്ക് വേണം. ഐ എം ഫുൾ സ്റ്റിൽ ഐ നീഡ്. പാനിപൂരി ഇല്ലാത്ത എന്ത് ഫോറം മോൾ. ഈടെ വന്നെങ്കിൽ പാനിപൂരി മസ്റ്റ് ഗൈസ്. വേണ്ട ബസ് മിസ്സാണ്. ബ്ലോക്ക് ഇപ്പൊ ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. വീട്ടിലെത്തുമ്പോ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ സ്റ്റക്കാണ് റോഡിൽ. അപ്പൊ ഫൈനലി നമ്മൾ പാനിപൂരിന്റെ അടുത്തെത്തി ഗൈസ്. പാനിപൂരി വന്ന് ഫസ്റ്റ് ടൈം കയ്യിന്ന് പോയ എന്തിനാ ബന്ധാക്കിട്ടിരുന്നിനി. ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. മൊത്തത്തിൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്ത് വിധി ഇത്. क्यों बंद है भाई? मालूम नहीं. आप इतना सामने मालूम नहीं. अब वो 12 बजे आता है, मैं 10 ही बजे आ जाता हूँ. कैसे मालूम? जब आज बंद है. मंडे तक बंद है. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവൻ്റെ ഷോപ്പ്. ഈ പൊട്ടൻ എന്നിട്ട് അറിയില്ല എന്തേ ക്ലോസ് എന്ന്. അങ്ങനെ എൻ്റെ സങ്കടം തീർക്കാൻ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് എനിക്ക് തന്നു. ഞങ്ങൾ സങ്കടത്തോടെ വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.